ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ലാബ് പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഇതിൻ്റെ ഒക്കെ പ്രാക്ടിക്കൽ മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബയോളജി പ്രാക്ടിക്കൽ ലാബിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു ഫിസിക്സ് കെമിസ്ട്രി പ്രാക്ടിക്കൽ ലാബിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക, അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഫിസിക്സ് എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫിസിക്സ് എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ റോൾ നമ്പറിനനുസരിച്ച് നമ്മൾ അതിലേക്ക് കയറിയിട്ട് അവിടെ മിസ്സിൻ്റെ കയ്യിൽ ഇത്ര കട്ടിയുള്ള കുറേ പേപ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇത്ര കട്ടിന്ന് ഉദ്ദേശിച്ച് ഒരുപാട് പേപ്പേഴ്സ് വെച്ചിട്ട് ഇത്ര കട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് നമ്മളൊരു പേപ്പർ ഉണ്ട് വലിക്കും. ആ പേപ്പറിൽ 2 പേജ് ഉണ്ടാവും. ആ 2 പേജ് ഒന്ന് +1 +2 അപ്പോൾ അതിൽ ഫസ്റ്റ് ഇയർത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, സെക്കൻഡ് ഇയർത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മുടെ ലക്കിനനുസരിച്ചായിരിക്കും നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഹെലിക്കൽ സ്പ്രിംഗ് ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡും അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസിൻ്റെ UV മെത്തേഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ടും ചെയ്യാൻ അറിയാം. പക്ഷേ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ അതിൻ്റെ ഇക്വേഷൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എഴുതി കൊടുത്തു കേട്ടോ. അതിനൊപ്പം തന്നെ നമുക്കൊരു പേപ്പർ തരും. ആ പേപ്പറിൽ നമ്മൾ അതിൻ്റെ എയിം, തിയറി, ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷന്, റിസൾട്ട്, ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എഴുതേണ്ടത് അതൊക്കെ എഴുതിയിട്ട് മിസ്സിൻ്റെ അടുത്ത് കൊടുക്കുക. പിന്നെ തിയറി പോർഷനിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് വരയ്ക്കുക, ഫിഗർ വേണ്ട ഡയഗ്രാംസ്, അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മിസ്സ് അത് ഓക്കെ ആണെങ്കിൽ ടിക്കറ്റ് തരും. ടിക്കറ്റ് തന്നാലും ടിക്കറ്റ് നിങ്ങളത് തെറ്റാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുക കേട്ടോ. എക്സ്പെരിമെൻറ്റിന് വേറെ മാർക്ക് ഉണ്ട്. അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കാൽക്കുലേഷനൊക്കെ കൂടെ നിങ്ങൾ ആ എഴുതി കൊടുത്ത ആ പേപ്പറിൽ എഴുതുക. എന്നിട്ട് റിസൾട്ടും കാര്യങ്ങളും എഴുതിയിട്ട് മിസ്സിൻ്റെ അടുത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫിസിക്സ് ലാബിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല എളുപ്പമുള്ള ലാബൊക്കെയാണ്. എനിക്ക് പക്ഷെ പേപ്പറിൽ 40-ലാണല്ലോ, 40-ൽ 39 കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു മാർക്ക് എനിക്ക് തിയറിയിൽ പോയിട്ടോ. തിയറിയിൽ ഒരു പ്രിൻസിപ്പിൾ എഴുതാൻ വിട്ടുപോയി, ഒരു വരി എഴുതാൻ വിട്ടുപോയി. അപ്പോൾ എനിക്ക് അവിടെ ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്സിൽ എനിക്ക് 39 മാർക്കായിട്ടുള്ളത്. പേപ്പർ ഇവിടെ ഉണ്ട്, ഒരു മിനിറ്റ് ഞാൻ എടുക്കട്ടെ. അപ്പോൾ ഫിസിക്സിൻ്റെ കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരയാൻ പോയതായിരുന്നു. അപ്പോൾ ഫിസിക്സിൽ കണ്ടോ 40-ൽ 34 + 4 + 1 39 മാർക്കാണ്. ഒരു മാർക്ക് പോയത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ തിയറിയിലാട്ടോ. ഇവിടെ എന്തോ ഒന്നും കൂടെ എഴുതാനുണ്ട് സംഭവം. അപ്പോൾ അവിടെ മാർക്ക് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ശരിയായതുകൊണ്ട് 40-ൽ 39 മാർക്ക് കിട്ടിട്ടോ. എളുപ്പമാണ്. നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാനും കാര്യങ്ങളും ഇത് എഴുതി കൊടുക്കാനൊക്കെ അറിയെങ്കിൽ എളുപ്പമാണ്. ഇതൊക്കെ പഠിച്ചിട്ട് പോയിട്ട് എഴുതുക. ടെൻഷനും കാര്യങ്ങളും ഒഴിവാക്കും കേട്ടോ. എനിക്ക് ടെൻഷനായിട്ടാണ് ആ ഇക്വേഷൻ പോലും കുറേ നേരം ഞാൻ ആലോചിച്ചിട്ടാണ് ഇക്വേഷൻ കിട്ടിയത്. അല്ലെങ്കിൽ അതിലും മുന്നേ എൻ്റെ എക്സാം എഴുതി കഴിയുമായിരുന്നു കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ കെമിസ്ട്രീനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല എളുപ്പമുണ്ടായിരുന്നു. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ക്വസ്റ്റ്യൻ പേപ്പർ തന്നതിൻ്റെ അതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് KOH അതുപോലെ തന്നെ H2SO4 ടൈട്രേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എയിം, പ്രിൻസിപ്പിൾ, പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആദ്യം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടോ, അതൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. 3 മാർക്കായിരുന്നു. അതിന് 3 മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ എഴുതി കൊടുക്കാനുള്ളതിന്. പിന്നെ നമ്മൾ പോയിട്ട് ആ ടൈട്രേഷൻ നമുക്ക് കിട്ടിയ ടൈട്രേഷൻ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മളത് പേപ്പറിൽ എഴുതുക കേട്ടോ. ടാബ്ലർ കോളം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫൈനലായിട്ട് നമ്മളത് എഴുതി കൊടുക്കുക. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എഴുതി കൊടുക്കുക. അതിന് 15 മാർക്കാണ്. ടൈട്രേഷന് 15 മാർക്കാണ്. എനിക്ക് ആ 15 മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സാൾട്ട് അനാലിസിസ് ആണ്. സാൾട്ട് അവിടെ ഉണ്ടാവും. സാൾട്ട് നമുക്ക് തരും. അത് നമ്മൾ ആദ്യം ടെസ്റ്റ് ഫോർ ആനയോൺ ചെയ്യുക, പിന്നെ ടെസ്റ്റ് ഫോർ കാറ്റയോണൊക്കെ ചെയ്യുക കേട്ടോ. അതിൻ്റെ എക്സ്പെരിമെൻറ്റും ഒബ്സർവേഷനും ഇൻഫറൻസും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് എഴുതി കൊടുക്കുക. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റും കൺഫർമേറ്ററി ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് എഴുതി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇതിന് വന്നിട്ടുള്ളത് 16 മാർക്കാണ് കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അമോണിയം ക്ലോറൈഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് വൃത്തിക്ക് തന്നെ എഴുതി കൊടുത്തുകൊണ്ട് എനിക്ക് 40-ൽ 40 മാർക്ക് കെമിസ്ട്രിയിൽ കിട്ടി കേട്ടോ. എന്തിൻ്റെയൊക്കെയാണെന്നുള്ളത് സാർ അവിടെ എഴുതിയിട്ടുണ്ട്. റെക്കോർഡിൻ്റെ 4 മാർക്ക്, വൈവേൻ്റെ 4 മാർക്ക്, പ്രൊസീജിയർ, പ്രിൻസിപ്പിൾ അതിൻ്റെ ഒക്കെ 3 മാർക്ക്, ടൈട്രേഷൻ 15 മാർക്ക്, അതുപോലെ തന്നെ സാൾട്ട് അനാലിസിസിൻ്റെത് 16 മാർക്ക്. അങ്ങനെ 40-ൽ 40 ആട്ടോ കിട്ടിയിട്ടുള്ളത്. എളുപ്പമുണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിലും കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നത് ഫിസിക്സ് കുറച്ച് ആലോചിച്ച് നിൽക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
ഐ മീൻ ഇക്വേഷനൊക്കെ ആലോചിച്ച് എടുക്കാണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കെമിസ്ട്രി നല്ല രീതിയിൽ എളുപ്പമായിട്ട് തോന്നി. ഞാൻ പഠിച്ചു പോയിട്ടുണ്ടായിരുന്ന ടൈട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ആയിരുന്നു. പക്ഷേ സൾഫ്യൂരിക് ആസിഡിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇത് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാണ്ടല്ലോ, പ്രിൻസിപ്പൾ ഇക്വേഷൻ ഫോം ചെയ്യണം. 2KOH + H2SO4 gives K2SO4 + 2H2O. അതിന് ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. ഒരുപാട് പേർക്ക് അതാണ് തെറ്റിയത്. ഞങ്ങളുടെ ലാബിലുള്ള ഭൂരിഭാഗം കുട്ടികൾക്ക് 39 മാർക്കാണ്, കാരണം ബാലൻസിങ് തെറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കെമിസ്ട്രി എഴുതാൻ പറ്റും. പിന്നെ മാത്സ് ഇതിലും എളുപ്പമാട്ടോ. ഇനി മാത്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മാത്സിനെ കുറിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഏകദേശം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇടാനും മാർക്ക് ചെയ്തു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. അതിലേക്കും ദിസ് ഈസ് അബിൻ സൈനിങ് ഔട്ട്. ബൈ.